ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജനമൈത്രി ജാഗ്രതാ സമിതി യോഗം ചേർന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ശക്തമാക്കുവാനും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കുവാനും കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ചേർന്ന ജനമൈത്രി ജാഗ്രതാ സമിതി യോഗത്തിൽ തീരുമാനിച്ചു. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്ത വിശദീകരണവും നടത്തി. നിങ്ങളുടെ വീട്ടിൽ കുത്തി തുറന്ന് ഷെൽഫിലെ 50,000 രൂപയും കുറച്ച് സ്വർണവും മോഷ്ടിക്കുന്ന വിധത്തിലേക്ക് എല്ലാ കള്ളന്മാരുടെ പോക്ക്. അങ്ങ് വിദേശത്ത് കംബോഡിയയിലും തായ്ലാന്റിലും ഇരുന്നുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പൈസയും ലക്ഷക്കണക്കിന് നിങ്ങൾ ആജീവനാന്തകാലം സമ്പാദിച്ച മുഴുവൻ പണവും ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വിധത്തിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. മറ്റൊന്ന്, നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒന്നും നമ്മളെ നേരിട്ട് കാണാത്ത, നമ്മുടെ അടുത്തില്ലാത്ത, നമ്മുടെ വാട്സപ്പിലൂടെ നമ്മളെ ഭയപ്പെടുത്തി നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സമൂഹത്തോട് പറയുന്നു, നിങ്ങളെ ഒരാളോട്, ഒരു വിദ്യാസമ്പന്നനായ ഒരാളോട് പറയുന്നു, നിങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങളെ നേരിട്ട് അറസ്റ്റ് അല്ല, യൂണിഫോം ഇട്ട് വാട്സപ്പിലൂടെ കടന്നു വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഫോൺ ഓഫ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് 1.5 ദിവസം ആ ഫോൺ ഓഫ് ചെയ്യാതെ അതും പിടിച്ചുകൊണ്ട് നടന്ന് കയ്യിലെ മുഴുവൻ പൈസയും അപ്പുറത്തുള്ള കള്ളനെ ഇട്ടുകൊടുത്ത് അവസാനം കരയുന്ന ഒരു ചിത്രം നിങ്ങൾ പലതവണ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പിന്റെ 15 ലക്ഷം പോയി. ജനമൈത്രി ജില്ലാതല ജാഗ്രതാ സമിതി അംഗം കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ ടി അഖിൽ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സി ബിന്ദു, ശുഭ ടീച്ചർ, കെ മോഹനൻ, രാധാകൃഷ്ണൻ, പ്രശാന്തൻ, ഡോക്ടർ രവീന്ദ്ര പാട്ടാലി തുടങ്ങിയവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും വി ശ്രീജേഷ് നന്ദിയും പറഞ്ഞു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.